ടി ജി, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു പേരുകേട്ട ചാരസംഘടനയാണ് മൊസാദ്. അത് കാലങ്ങളായിട്ട് ചെയ്തു വന്ന പല കൃത്യങ്ങൾ, അതായത് മ്യൂണിക് ഒളിമ്പിക്സിൽ കൂട്ടക്കൊല നടത്തിയതിനെതിരെ അതിൻ്റെ ഉത്തരവാദികളെ അവർ എങ്ങനെ ശിക്ഷിച്ചു എന്നുള്ളത്, അതുപോലെ ഹിറ്റ്ലറുടെ കാലത്ത് ഐക്മാനെ പിടിച്ചത്, അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഓപ്പറേഷനുകളാണ് മൊസാദ് നടത്തുന്നത്. അത് വളരെ പേരുകേട്ടവയുമാണ്. പിന്നെ ഉണ്ടായ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളും മറ്റ് കാര്യങ്ങളിലുമൊക്കെ മൊസാദിൻ്റെ ഇടപെടൽ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടതാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അങ്ങനെയാണിപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒരു ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളൊരു പണി കിട്ടുന്നത്. പേജർ സ്ഫോടനം, അതിനുശേഷം ഓക്കി ടോക്കി സ്ഫോടനം, അതിനുശേഷമുള്ള ആക്രമണങ്ങൾ. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ളയുള്ള മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മേഖല വലിയൊരു പലസ്തീൻ തീവ്ര ഹമാസ് ചെയ്ത ഒക്ടോബർ 7 ആ ഒരു കൂട്ടക്കൊലയ്ക്ക് ശേഷം വലിയൊരു യുദ്ധത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ നിർത്താൻ തയ്യാറില്ല, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പ്രഖ്യാപിച്ചു തന്നെ ചെയ്യുകയാണ്. എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി? ഒന്നേ, പ്രധാന കാര്യം, മൊസാദ് ഒരു ചാരസംഘടനയല്ല. ഇസ്രായേലിൻ്റെ ഒരു ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ പേരാണ് മൊസാദ്. ഭാരതത്തിന് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് RAW. അത് ചാരസംഘടനയല്ല, അതെല്ലാവർക്കും അറിയാം. ചാരസംഘടനയാണെങ്കിൽ അങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്ന് പോലും ആരും അറിയില്ലല്ലോ. അപ്പോൾ അമേരിക്കയ്ക്ക് CIA, മലയാളത്തിൽ എഴുതുമ്പോൾ പലരും ചാരസംഘടന എന്ന് പറയാറുണ്ട്. ചാരസംഘടനയല്ല, അവർ ഇൻ്റലിജൻസ് വിഭാഗമാണത്. അവരൊരുപാട് രഹസ്യപ്രവൃത്തികൾ ചെയ്യും. മൊസാദും ഒരുപാട് രഹസ്യപ്രവൃത്തികൾ ചെയ്യും. ഇംഗ്ലണ്ടിന് M5 M20 സംതിങ് അവരുടെ ഒരു ചാര വിഭാഗമുണ്ട്. ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻ്റലിജൻസ് വിങ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അതൊരു ലെജിറ്റിമേറ്റ് ഓപ്പറേഷനാണ്. അതാണ് മൊസാദ്. മൊസാദ് മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ അതിനുള്ള ഡെഡിക്കേഷൻ അവിടെയുള്ളവർക്കുണ്ട്. ആ രാജ്യത്തിന് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അസാമാന്യമായ സാമർഥ്യമുണ്ട്. അവരുടെ ഓരോ പൗരനും ഓരോ പട്ടാളക്കാരനാണ്, പട്ടാളക്കാരിയാണ്. ഓരോ പൗരനും കോളേജ് പ്രൊഫസറായിരിക്കും, ബട്ട് ഒരാവശ്യം വന്നാൽ ഇദ്ദേഹം പട്ടാളക്കാരനാവും. അത്രയ്ക്ക് വെൽ ട്രെയിൻ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ജനതയാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് നോക്കൂ. അവർ ഏകദേശം 1,00,000 പേരെ മറ്റോ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു. 1,00,000 എന്നും കണ്ടു, 7,000 എന്നും കണ്ടു, എന്തുമായിക്കോട്ടെ. അതിൽ നിന്ന് മലയാളികളെ അവർ ഒഴിവാക്കി. മലയാളികളെ എടുത്തില്ല. മലയാളികളിൽ 6,000 പേര് അപ്ലൈ ചെയ്തിരുന്നു, സെലക്ട് ചെയ്തിരുന്നു. നമ്മളവിടെ കുഴപ്പം നടക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിസ കൊടുത്തില്ല. വിസ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ വിസ ഇഷ്യൂ ചെയ്തത് നോൺ മലയാളികൾക്കാണ്. മലയാളികൾക്ക് കൊടുത്തില്ല. വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. അതുകൂടാതെ ഇസ്രായേലിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഉള്ള ഫോൺ കോൾ വഴിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആവുന്നത്ര മലയാളികളെ ഇസ്രായേലിൽ നിന്ന് അവർ തിരിച്ച് നാട്ടിൽ പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മലയാളികളെ അവർക്ക് വേണ്ട. കാരണം അവർ നോക്കുമ്പോൾ മലയാളികൾ ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ്. ഇസ്രായേലിൻ്റെ യൂണിഫോം തുന്നാൻ കോൺട്രാക്റ്റ് കിട്ടിയ അങ്കമാലിക്കാരനോ കോഴിക്കോടുകാരനോ ആരോ ഒരാളുണ്ടായിരുന്നു. അതെ അതെ, ആഘോഷമായിട്ട് അദ്ദേഹം സ്വന്തം ഫാക്ടറി അടച്ചുപൂട്ടി. ഞാൻ പാലസ്തീനെ ആക്രമിക്കാനുള്ള യൂണിഫോം ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇയാൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് യൂണിഫോം കിട്ടാതിരിക്കുമോ? എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്. പക്ഷേ അവർക്ക് സിഗ്നൽ കിട്ടുന്നത് എന്താ? ഇതൊരു പ്രശ്നക്കാരാണല്ലോ മലയാളികൾ. ഇവിടെയാണ് പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഒരുപാട് നടന്നത്. ഇവിടെയാണ് ഒരു നഴ്സ് മരിച്ചു പോയിട്ട് അത് അവിടെ പോലും ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് എഴുതിയതിൻ്റെ പേരിൽ പ്രതിഷേധം ഉണ്ടാകുകയും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും മാണി സി കാപ്പനും എല്ലാം തങ്ങളുടെ ഫേസ്ബുക്ക് തിരുത്തുന്നു, പിൻവലിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലുകാർ പൊട്ടന്മാരൊന്നുമല്ല. അവർ ആ ഏരിയയിൽ നിന്ന് വരുന്നവർ നമുക്ക് വിരുദ്ധരാണ്, വേണ്ട, റിസ്ക് എടുക്കണ്ട. ഇതിൻ്റെ പ്രശ്നം വരുന്നത്
മലയാളത്തിലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കാണ്. ബേസിക്കലി നോക്കിക്കോളൂ, ഇസ്രായേലിലേക്ക് ജോലിക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രിസ്ത്യാനികളാണ്. കുറച്ച് ഹിന്ദുക്കളും ഉണ്ടാവും, ബട്ട് പ്രിഡോമിനൻ്റ്ലി ക്രിസ്ത്യൻ ആണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ് ഇതിൻ്റെ അടി കിട്ടാൻ പോകുന്നതും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരിത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം നടക്കുമ്പോൾ എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ പലരെയും വിളിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇതേ സമയത്ത് ആൾ കുറവോ കൂടുതലോ എന്നുള്ളതല്ല, ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. ഇപ്പുറത്ത് പാലസ്തീൻ നടക്കുമ്പോൾ അപ്പുറത്ത് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. നടന്നില്ല. കാര്യമായിട്ട് സഭകളൊന്നും അതിൽ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ അങ്ങ് അഭിനയിച്ചു. ബട്ട് അവർക്ക് തന്നെ അത് ദോഷമായിട്ട് വരുന്നു. ഈ ഫീഡ്ബാക്കൊക്കെ കളക്ട് ചെയ്ത് കൊലേറ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുന്ന ആരാണ്? മൊസാദാണ്. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?